ചേട്ടാ അമേരിക്ക പോയി നല്ല കള്ളുകൂടിയായിരുന്നല്ലേ? ഫേസ് ഒക്കെ ചുമന്നല്ലോ. ഇപ്പൊ ഏതായാലും വന്നല്ലോ, ഇനിയിപ്പൊ നീയും കൂടെ കൂടിക്കോ. എനിക്ക് എന്താ ഏട്ടാ കൊണ്ടുവന്നേ? അവൻ ഓൾറെഡി ഡൗൺ ആയിരിക്കാ. ഇനി ഹേർട്ട് ചെയ്യരുത് പ്ലീസ്. നമ്മളല്ലേ ഹേർട്ടായത്. അച്ഛാ, മാച്ചിങ് ബ്ലൗസും കുറച്ച് ഡ്രസ്സസും ഒക്കെ എടുക്കാനുണ്ട്. ഓഫീസിൽ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണേ. എനിക്ക് സമയമില്ല, അവനോട് പറ. അപ്പൊ ഇതോ എന്താടി അത്? ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഇപ്പൊ 8 മണി, 10 മണിക്കല്ലേ ഇന്റർവ്യൂ. നീ ഇവളെ കൊണ്ടുപോയി ആ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങി ഇവളെ ബസ് കയറ്റി വിട്ടിട്ട് പോയാൽ മതി ഇന്റർവ്യൂന്ന്. ചെലപ്പോ എന്തൊരു ശല്യം ഇത്. എന്തോടി ഇപ്പൊ പറഞ്ഞ? ഇത്രയും സമയത്തിനുള്ളിൽ ഏട്ടനിതൊക്കെ എങ്ങനെ ചെയ്യുമെന്നാ ചോദിക്കുന്നത്. ഇത്രയും ശമ്പളത്തിൽ ഞാൻ നിങ്ങളെല്ലാം തീറ്റിപ്പോറ്റുന്നില്ലേ? അതുപോലെയുള്ളൂ ഇത്. സെയിം. നമ്മൾ മിഡിൽ ക്ലാസ്സാ. ലക്ഷങ്ങളുടെ പണിയും കോടികളുടെ ചെലവും ഒക്കെ ഉണ്ടാവും. തല കുരിച്ച് നടന്നങ്ങ് സഹിച്ചോണ്ട് അത്ര തന്നെ. ഏട്ടാ വരുന്നില്ലേ? അമ്മയ്ക്കുള്ള മരുന്ന് നീ മേടിച്ചു, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് എത്താൻ വൈകും. അവരെന്റെ ഷോള് കൊണ്ടുപോയത് കണ്ടില്ലേ? എന്തുവാ? അതാ ഞാനും ആലോചിക്കുന്നത്. വല്ല പെണ്ണുങ്ങളുമായിരുന്നെങ്കിൽ കളർ ഇഷ്ടപ്പെട്ട് അടിച്ചോണ്ട് പോയതെന്ന് പറയായിരുന്നു. ഇവന്മാർക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്നാ. നല്ല ചോക്ലേറ്റ് മേടിച്ചു കഴിച്ചു. അനിയത്തിയോട് ഇങ്ങനെ ചെയ്യുന്നവരോട് പോയി ചോദിക്കണം, തല്ലണം, അങ്ങനെയുള്ള വിചാരമൊന്നും ഇല്ല നിനക്ക്? റിലാക്സ്. നിനക്ക് എന്റെ അടുത്തൊന്നും ഇങ്ങനെയുള്ള വലിയ വലിയ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലേ മോളെ? ഇന്റർവ്യൂവിന് ടൈം പോണു. ഇത് നിന്റെ ഗേൾ ഫ്രണ്ടിനോടാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? പറയില്ല. പോടാ. ഇവളെനിക്ക് തല്ല് മേടിച്ചെന്ന് അടങ്ങുള്ളൂ. വല്ലമാരുടെ കയ്യിൽ നിന്ന് ഒരു ഷോളിന് വേണ്ടി വെറുതെ. ബ്രദർ, ഒരു ചുവന്ന ഷോളുമായിട്ടൊരു ബാച്ച് അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു. ആ റെഡ് എൻഫീൽഡിൽ പോയവരാണോ? ചെറ്റകൾ ഏത് ബൈക്കിലായാലും എന്താ, കയ്യിൽ ഷോൾ ഉണ്ടായിരുന്നോ? ബ്രദർ, ആ ഷോളേ എന്റെ സിസ്റ്ററുടെ ആയിരുന്നു. അവള് നല്ല സുന്ദരിയാണല്ലോടാ. താങ്ക് യു ഏട്ടാ. അതിങ്ങ് കിട്ടിയാ പോകായിരുന്നു. നീ അവളെ തന്നിട്ട് ഇത് കൊണ്ടുപോയിക്കോ. ഷോള് ഇവനെ എന്റെ അനിയത്തി സുന്ദരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അതെന്താന്ന് വെച്ചാലേ, സുന്ദരിയായതുകൊണ്ട് സ്ത്രീധനം കുറച്ച് ലാഭിക്കാലോന്ന് ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാരുടെ മൈൻഡ് സെറ്റ്.
അതിനിടയിൽ ഒരുത്തം വന്നിട്ട് എന്റെ അനിയത്തിയെ തന്നിട്ട് ഷോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേ? അല്ല നിങ്ങൾ തന്നെ പറഞ്ഞു. അത് പിന്നെ കുത്തിയ ചങ്ക് വേദനിക്കില്ലേടാ? വിഷമിക്കുമ്പോ മുകളിലേക്കും സൈഡിലേക്കും നോക്കുന്നത് എന്റെ മാനറിസോ? അടി കൊടുക്കുമ്പോ മാത്രം മുന്നും പിന്നെ നോക്കുന്ന ബാനർസും ഇല്ല. ആ മോളെ, സോറി ഏട്ടാ, ഞാൻ വിഷമം കൊണ്ടാ ദേഷ്യപ്പെട്ടത്. ഒന്നും കുഴപ്പമില്ല മോളെ. നീ ദേഷ്യപ്പെട്ടോണ്ടല്ലേ അവന്മാർ ഈ ഷോള് തിരിച്ചു തന്നത്. ഓ കിട്ടിയോ? 4 എണ്ണം കൊടുത്തപ്പോ അവന്മാർ ഇത് തന്നു. ആണോ? ഞാനിനി തടവയും കൂടി തരണമെന്നാണോ? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എനിക്കും തോന്നി. ഹൗ? അറിയില്ല ബ്രദർ, റിസ്ക് എടുത്തു, വർക്കൗട്ട് ആയി. എന്താ ടൂറിസം കമ്പനി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? ചെറുപ്പത്തിൽ കോളനി വിട്ട് പോലും പുറത്തു പോയിട്ടില്ല സർ. ഇവിടെ ആകുമ്പോ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാലോ. ആള് വലിയ സ്പീഡാണല്ലോ. ഞാൻ രവീന്ദ്രൻ. ഹലോ സർ. ഞാൻ സാധാരണ സെയിൽസ് ഡീലാണ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളുടെ എച്ച്ആറിന് ചെറിയൊരു ആക്സിഡന്റ്. അദ്ദേഹം പിന്നീട് ജോയിൻ ചെയ്തോളും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സർ. ഹേയ്, നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ബണ്ടു ഇൻട്രസ്റ്റിംഗ് നെയിം. ഓക്കെ, ഡ്രീം. എന്താ ഇത് ഡ്രീം എന്ന് വെച്ചാൽ എല്ലാവരും ബാങ്കോക്കിൽ പോകണം, ബെയിലി കാർ വേണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ബൈക്ക് ബ്രാക്കറ്റ് ഫസ്റ്റ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. ടൈം ഉണ്ടോ സർ? പിന്നെന്താ? നാളെ ഇവന്റെ കോളേജ് തുറക്കല്ലേ, തുണികളൊക്കെ വാങ്ങിച്ചോ? രാമേന്ദ്ര സാറിൻ്റെ മോനോട് നാളെ എൻ്റെ മോൻ്റെ കോളേജ് തുറക്കാമെന്നൊന്ന് പറഞ്ഞുപോയി. അപ്പം തന്നെ കുറേ പഴയ ഡ്രസ്സ് തന്നു വിട്ടു പാവം. അതുപോലെ ചോദിക്കാതെ പോലും ഐ പെർഫ്യൂമും തന്നു. അയ്യോ, ചോദിക്കാതെ പോലുമാണോ സാറ് തന്നുവിട്ടത്? എന്താടാ കളിയാക്കിയത്? വേണോ അത് വേണ്ടയോ? എന്തോടാ എന്താ ഗ്യാപ്പ് ഇട്ടത്? ഇട്ടതല്ല, വന്നതാ. വന്നു. നീ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സത്യം വിളിച്ച് പറഞ്ഞോണ്ടേ ഇരിക്കുവോ? അത് കള്ളം പറയാൻ തോന്നുമ്പോൾ തലവേദന എടുക്കും സർ. ആഹാ. എന്നാ സത്യം പറഞ്ഞാലോ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാകുന്നത്. എന്നാലും എനിക്ക് സുഖമാണ് സർ. അപ്പൊ ആദ്യം മുതലേ ഇതിനു വേണ്ടി ചെറിയ ചെറിയ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല സർ, അതൊക്കെ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്ന. ആ പലിശക്കാരൻ മൂർത്തിയാന്ന് തോന്നുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറ. മോനെ, അച്ഛനുണ്ടോടാ? അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞിരിക്കുക. നാണമില്ലേടോ? പിള്ളേരെ കൊണ്ടാണോ ഇങ്ങനെ കള്ളം പറയിക്കുന്നത്? ഓൾറെഡി ഒരു കാല് പഞ്ചറാ. എന്നെ പോലുള്ളവർ ഇങ്ങനെ പറ്റിച്ചാൽ തന്റെ മറ്റേ കാല് കൂടി. ശരി, മറ്റേ കാലിനെങ്കിലും ഒന്നും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കും. അച്ഛൻ ഇല്ലെന്ന് പറയാനല്ലേ പറഞ്ഞ? കയ്യും പിടിച്ച് അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ ആരാടാ പറഞ്ഞത്? അച്ഛൻ ഇവിടെ ഇല്ല, അത്ര തന്നെ. മോനെ, അച്ഛനുണ്ടോ? അച്ഛനില്ല, അത്ര തന്നെ. ചേട്ടൻ ഇനി ചെന്ന് നോക്കുമ്പോ അച്ഛനെ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയരുത്. അച്ഛനില്ല, അത്ര തന്നെ. താനിവിടെ ഇല്ല അല്ലേ? നാണം ഉണ്ടോടോ തനിക്ക്? ആ, നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സാ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാതെ ജീവിക്കുന്ന എങ്ങനെയാടാ? ഡീ, നീ ഇങ്ങനെ പപ്പടം എണ്ണി നിൽക്കാതെ പറഞ്ഞു കൊടുത്തോളൂ നിനക്ക്. നീ ആരാടാ? ശ്രീരാമേന്ദ്രന്റെ മോനാ? എപ്പോഴും ഇങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പേടിയില്ലടാ നിനക്ക്? സത്യം പറഞ്ഞ അപ്പോഴത്തെ പേടിയുള്ളൂ അച്ഛാ. സത്യം പറഞ്ഞില്ലെങ്കിൽ പേടിച്ചോണ്ടേയിരിക്കും. പൊളിച്ചടുക്കി കളഞ്ഞു, അടിപൊളി. പ്രസവിക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് വേദന ഉള്ളൂ. അച്ഛനാണെങ്കിലോ എപ്പോഴും വേദന തന്നെ. നീ എന്താടി ഇപ്പൊ കൈയടിക്കാത്തത്? അവന് ഫാൻസ് ഉള്ളത് കൊണ്ടാ കൈയടിച്ചത്. നിങ്ങൾക്കതില്ലല്ലോ. അവിടെ ഇരുന്ന് കഴിക്കും. MBAക്ക് സീറ്റ് കിട്ടി, സൂപ്പർ കോളേജും കിട്ടി സർ. പിന്നെന്താ വിട്ട് കളഞ്ഞത്? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, മൊത്തത്തിൽ സെറ്റ് ചെയ്തു ഞാൻ. ഇവന്റെ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇവൾക്ക് സീറ്റ് മേടിച്ചത് എന്തിനാ നിങ്ങള്? ഇവനെന്തിനാ അതൊക്കെ? ഇവൻ വേറെ വല്ലതും ചെയ്ത് ജീവിച്ചോളൂ. എന്താടാ നീ നോക്കുന്നു? ഒരു കാര്യം അറിയോ നിനക്ക്? പലതവണ 90 ഔട്ടായാലും നമ്പർ ഓഫ് സെഞ്ചുറീസിൽ അതുണ്ടാവില്ല. നിന്റെ ജീവിതം അങ്ങനെയാ. ഉരുള ഉരുട്ടിയാലും വായിലെത്തില്ല. ഞാൻ പറഞ്ഞില്ലടാ, ചില ജാതകങ്ങളുടെ കുഴപ്പം അത്. വെരി ബാഡ്.
ഈ വിഷമം മാറാൻ സെഞ്ചുറി ഒന്നും അടിച്ച പോരാ ബണ്ടു. ടു ഹെവി സർ. യാ, മ്യൂസിക്കലായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താലോ? കുറച്ച് ലൈറ്റായിട്ട്. നീ പോയി കാണേണ്ടത് അയാളെ ഒന്നുമല്ല, അയാൾക്കൊരു മകനുണ്ട്, പ്രവീൺ നായരി. ARK ഇൻഫ്ര അവർ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ CEO രാമചന്ദ്രന് ആ പഴയ പവറില്ല. അയാളുടെ മകൻ രാജ് മനോഹർ എന്നാണെങ്കിൽ തീരെയും പവറില്ല. അവർക്ക് പണം ആവശ്യമുണ്ട്, എനിക്ക് ആ കമ്പനിയിലെ ഷെയറും ആവശ്യമുണ്ട്. അവന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവനെ ഇന്ന് നമ്മുടെ കമ്പനിയിലേക്ക് ഷെയർ ചോദിക്കാൻ വേണ്ടി അയക്കുന്നുണ്ടെന്ന. അവനോട് സംസാരിക്കാൻ നിന്റെ അച്ഛൻ നിന്നെയാണ് അയക്കാൻ പോകുന്നത്. സാർ, നോ. കേട്ടോടാ, വേലക്കാരനോടും വെയിറ്ററോടും നോ പറയാൻ ഈസിയാ, പക്ഷെ പവർഫുൾ ആയവരോട് നോ പറയാൻ കുറച്ച് ടഫും. സോ നമ്മളെക്കാൾ വലിയവരോട് നോ പറഞ്ഞാൽ അവരെക്കാൾ വലിയവനാവാൻ പറ്റും. അച്ഛാ, ഇവൻ വലിയ ആളൊന്നും ആയില്ലേലും കുഴപ്പമില്ല, നല്ല മനുഷ്യനാവണം, അത്രേ ഉള്ളൂ. ഇതാണ് കറക്റ്റ്. ചേട്ടാ, ഹലോ മാഡം, ഞാൻ വന്നുകൊണ്ടിരിക്കുക. പേടിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛൻ ഇതിന് പുറകിലുള്ള ഹോട്ടലുണ്ട്. അതെ. താങ്ക് യു. ഞങ്ങളുടെ പോർട്ടിൽ നിന്നും എല്ലാ മാസവും നിങ്ങളുടെ ഗുഡ്സ് കൊറിയയിലേക്ക് പോകുന്നുണ്ട്. ആ പോർട്ട് നിന്റെ അച്ഛന്റെ വകയല്ല, ഗവൺമെന്റിന്റെ. ഞങ്ങൾ ഗേറ്റ് അടച്ച നിങ്ങൾക്ക് കോടികളാണ് നഷ്ടം. നീ അങ്ങനെ ചെയ്ത ഇവിടെ വേറെയും ധാരാളം പോർട്ടുകളുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഗേറ്റ് തുറന്നിട്, നമുക്ക് ഒരേ കമ്പനിയായി മൂവ് ചെയ്യാം. ചത്താലും അത് നടക്കാൻ പോകുന്നില്ല. അത് സുദർശൻ, നമ്മുടെ ഫൈനാൻസ്. ഏത്? ആ ഗ്രേ കോട്ടിട്ടവനാ? ബണ്ടു, മാഡം. റെസ്പെക്ട്. 4 പേർ ചേർന്ന് ഒരേ കാറിൽ ഓഫീസിൽ വന്നാൽ ഡീസൽ കാശ് ലാഭിക്കാം. അതുപോലെ 4 ഫാമിലീസ് ഒരുമിച്ച് ഹോളിഡേ ട്രിപ്പ് നടത്തിയാൽ ചെലവ് കുറയ്ക്കാമെന്നും ഒരു ഐഡിയ പറഞ്ഞു. വലിയ ഐഡിയ ഇത്. ഞാനും അതുകൊണ്ടാണ് 5 കോടി ഇറക്കിയത്. വലിയ മനസ്സാത്. 2 മാസം കൊണ്ട് അത് 50 കോടിയായി. വലിയ പുരോഗതിയോ? 100 കോടി തരാം. കമ്പനി നിങ്ങൾ എനിക്ക് തന്നേക്ക്. വലിയ എമൗണ്ട് അത്. സർ, വാട്ട്സ് യുവർ ആൻസർ? സേ നോ. നോ എന്ന് പറയടാ. സേ യെസ്. യെസ് പറയാമൂല്യ. നോ എന്ന് പറയടാ. നോ എന്ന് പറഞ്ഞോളൂ. മിസ്റ്റർ പ്രവീൺ നായരി, വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ ഇതൊരു വഴിയമ്പലമൊന്നല്ല. അത് ഞങ്ങളായിട്ട് ചോദിച്ചാ കടമാകും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ദാറ്റ് ഈസ് എ റിജക്ഷൻ. ഇറ്റ്സ് എ നോ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. ഇഡിയറ്റ്സ്. മാഡം അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. നീ പറ. കമ്പനി ഉദ്ദേശിക്കുന്നത് മിഡിൽ ക്ലാസ്സുകാർക്ക് അനുയോജ്യമായൊരു പാക്കേജാണ്. നിങ്ങൾ ഇത്ര വലിയ തുകയ്ക്ക് കമ്പനി വാങ്ങിയാൽ റേറ്റ് കൂട്ടേണ്ടി വരും. അങ്ങനെ കോസ്റ്റ് കൂടി വരികയാണെങ്കിൽ സോ അതായത് മാഡം ഉദ്ദേശിക്കുന്നത് നോ എന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാതെ പോയി ഈ ജനറേഷന്. ഞങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടില്ലാതെ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വെറും ഒരു പെണ്ണാ നീ, അതെങ്കിലും ആലോചിക്ക്. വലിയ വാണിംഗ് അത്.
ആ സുദർശൻ സാർ, എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ശീലമില്ല. എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് മാച്ച് ആവത്തുമില്ല. തെറ്റായിട്ടെന്തെങ്കിലും പറയാൻ ക്ഷമിച്ചേക്കണം. അതായത് ഈ ജന്മം നൽകാനുള്ള ശക്തി 2 പേർക്കേ ഉള്ളൂ. ഒന്ന് ഭൂമിക്ക്, മറ്റൊന്ന് സ്ത്രീക്ക്. അവരോട് ഈ വീരവാദം എന്തിനാണ് സാറേ? ജസ്റ്റ് സറണ്ടർ ചെയ്യുന്നതാണ് സാറേ നല്ലത്. അങ്ങനെ എല്ലാ സാറിൻ്റെ ഉദ്ദേശങ്ങളും എൻ്റെ 3 ഓപ്ഷൻസ് ഉണ്ട്. 1, നിങ്ങളുടെ ആൾക്കാരെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 2, നിങ്ങളെ തല്ലി ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. 3, നിങ്ങളെ ഞാൻ തല്ലുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യണം. ഈ 3ലും കോമൺ ആയിട്ടുള്ളത് കൺട്രോൾ ചെയ്യാന്നുള്ള അല്ല, ഞാൻ തല്ലു എന്നുള്ളതാണ് കോമൺ. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവര് അയ്യേ നമുക്കിത് വേണ്ടേന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നോന്ന് തന്നെയാ. അതുപോലെ അതിപ്രധാനപ്പെട്ടത്, വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരാളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ശരിക്കും നോന്നാ. മാഡം, ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരിക്കരുത് മാഡം. വേണ്ട മാഡം, ഹായ് പറഞ്ഞിപ്പോ തന്നെ പരിചയം. കമോൺ മാഡം. രാവിലെ ഞാൻ ആ പയ്യനെ അവിടെ വെച്ച് കണ്ടപ്പോ അവനിൽ എന്നെ തന്നെ കാണുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി അമ്മാവ. എന്നാൽ അതേ വയസ്സുള്ള എൻ്റെ സ്വന്തം മോനെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നോക്കിയപ്പോൾ അവനൊരു നോ പോലും പറയാൻ പറ്റാതെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും. അവനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതെൻ്റെയും കൂടി വീക്ക്നെസ്സാ. ഇതെൻ്റെ ഫെയിലിയറാ. രാമു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ അച്ഛനെ നിങ്ങൾ ഇംപ്രസ് ചെയ്തുകൊണ്ട് എന്നെ പോലൊരു പെണ്ണിനെ കിട്ടി. അതുകൊണ്ട് അധ്വാനിക്കണം. അല്ലേ ശോദേ ഞാൻ പറഞ്ഞത്? എൻ്റെ മോൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രിൻസ് ആയിട്ട് അവൻ ജനിച്ചത്. അതല്ലേ ശോദേ, ആ പയ്യനപ്പോ നന്നായി സംസാരിക്കുന്നത് കണ്ട്. രാമു, നമ്മൾ ഹണിമൂണിന് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റൊരാളെ കുറിച്ച് അവൻ ഹോട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ മകനെ പുകഴ്ത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഇത് അമ്മയുടെ സ്നേഹവരാമോ? അങ്ങനെ അങ്ങ് വിചാരിച്ചോ? നീ ആ പയ്യനെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചാ ഓർത്തെ. 3 വർഷം കൊണ്ട് ആ കമ്പനി അത്രയും വളർത്തിയെങ്കിൽ അവൾ നമ്മുടെ കൂടെ ചേർന്ന എന്താവും അവസ്ഥ? അവളെ നമ്മുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? കറക്റ്റായി ബാലൻസ് ചെയ്തോളൂ. എന്താ മോളെ നീ സാരി ഉടുക്കുന്ന എന്തിനാ? വിളിച്ചതേ ARK സാറാ. ഇവിടെ അടുത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്ത് വേഷം കെട്ടിക്കൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെയാണോ? അവരായതുകൊണ്ട് ആ സാരിയും ബൊക്കയും ഒക്കെ വേണമെന്ന് പറഞ്ഞത്. സംസാരിച്ചത് നേരം കളയാതെ അങ്ങോട്ട് കയറിയിരുന്ന് വേഗം വണ്ടി എടുക്കും. അവരെന്നോട് നിനക്ക് പാചകം അറിയാമെന്ന് ചോദിച്ചപ്പോ ആൾമോസ്റ്റ് നീ അബദ്ധം പറഞ്ഞു പോയി മോളെ. എനിക്ക് പാചകം അറിയോന്നൊക്കെ എന്തിനാ ചോദിക്കുന്നത് പപ്പ? പെണ്ണുകാണിലാണോ ഇത്? വെറുതെ ഒരു കാണല മോളെ. അല്ലെങ്കിൽ തന്നെ വലിയ ആൾക്കാർ വിചാരിച്ച കല്യാണമൊക്കെ ഒരു വലിയ കാര്യമാണ് മോളെ. മോളെ ഇതെന്താ? ചെന്ന് കെട്ടിക്കവളെ. മുത്തശ്ശൻ വെറുതെ ഒന്ന് കാണാൻ പറഞ്ഞു, അതുകൊണ്ടാ. വീട്ടിൽ ഏഞ്ചലിനെ നിർത്തിയിട്ട് പുറത്തുള്ള ഒരുത്തിയെ കെട്ടാൻ പോകുന്നു. ഹലോ, ചിരിക്കുന്ന എന്തിനാ? ഏഞ്ചൽ അല്ലേ ഞാൻ? ഹായ് ഹായ് ഹായ്, വെൽക്കം. ഞാൻ രാമചന്ദ്രൻ.
എന്റെ പേര് ആഞ്ജനേയ പ്രസാദ്. പേര് കൊണ്ട് പോലും ഞാൻ നിങ്ങളുടെ എന്തടി മോളെ സത്യമല്ലേടി പറഞ്ഞേ? കണ്ണി കണ്ട അലവലാതികളൊക്കെ വീട്ടിൽ വലിച്ച് കയറ്റിയിരിക്കുക. ഹായ് ഹായ് ഹായ്, പ്ലീസ് പ്ലീസ് വെൽക്കം. എന്താ കുടിക്കാൻ? നിങ്ങളോടൊപ്പം ഇരിക്കുന്നതേ ഒരു ഭാഗ്യോ. പിന്നെ ചായയോ കാപ്പിയോ വറുത്തതോ കറി വെച്ചതോ ജീവനുള്ളതോ എന്ത് തന്നാലും കഴിച്ചോളാം. ഇതാണ് ഹ്യൂമർ സെൻസ്. താങ്ക് യു താങ്ക് യു. എന്താ ഒന്നും സംസാരിക്കാത്തത്? നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ മോളൊരു മിതഭാഷിയാ. അതെ അതെ, ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ വില പോലും ചോദിക്കാറില്ല. അമ്മയെ പോലെ മോനും മിതഭാഷി. മോൻ വാ കൊണ്ടല്ലാതെ പ്ലേറ്റ് കൊണ്ടല്ലേ പറഞ്ഞു. ഓ മൈ ഗോഡ് മോളെ, യു ആർ ലക്കി. നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പാടില്ല, ഇതോടെ തീർന്നു. അഷ്ടലക്ഷ്മിമാര് പാട്ടും പാടി നമ്മുടെ വീട്ടിൽ വന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കും. ഇനി എന്താ നോക്കുന്നത്? എണീക്കേ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും മോനെ. ഐ തിങ്ക് ഇറ്റ്സ് ടു ഫാസ്റ്റ്. ഇത്ര നാളും അവൻ ഫാസ്റ്റ് അല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഇപ്പൊ അവൻ ഫാസ്റ്റ് ആയതാണോ കുഴപ്പമായത്? എങ്കിലും നീ മോതിരം ഇടാം. എന്തിനാ താമസിപ്പിക്കുന്നേ?